എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സുഖമായിരിക്കുന്നു. ഇന്നലെ ജാൻചേട്ടന്റെ ബർത്ത്ഡേയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വിശ്വാസം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും നന്ദി. ജാൻചേട്ടന്റെ പേരിൽ ഞാൻ പറയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നൊസ്റ്റാൾജിക് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു വിഭവമായിട്ടാണ്. അതായത് മുട്ട ബിസ്ക്കറ്റ്. മുട്ട ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ചെറുപ്പകാലം ഓർമ്മ വരുന്നുണ്ട്? ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന പ്രായം. എനിക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അപൂർവം കാര്യങ്ങൾ മാത്രമേ മധുരമുള്ള ഇഷ്ടമായിരുന്നുള്ളൂ ചെറുപ്പത്തിലെ. അതിലൊന്നാണ് മുട്ട ബിസ്ക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് എനിക്ക് ഇഷ്ടമാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പല ഷേപ്പിൽ വരുമായിരുന്നു. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ താറാവിന്റെ ഷേപ്പ്, കിളിയുടെ ഷേപ്പ്, അങ്ങനെ പല ഷേപ്പിലും കിട്ടാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അധികം ഒന്നും കഴിക്കില്ലെങ്കിൽ പോലും ആ ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അപ്പൊ കഴിഞ്ഞ ദിവസം ഇതേപോലെ ജാൻചേട്ടന്റെ ബർത്ത്ഡേയുടെ തലേദിവസം ജാൻചേട്ടൻ പറഞ്ഞു എനിക്ക് മുട്ട ബിസ്ക്കറ്റ് കഴിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞു. ശരി, അന്ന് പിന്നെ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ, ആഗ്രഹം സാധിച്ചു കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ മുട്ട ബിസ്ക്കറ്റ് ഉണ്ടാക്കി ചേട്ടന് കൊടുത്തു. ചേട്ടൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് യൂട്യൂബേഴ്സ് ഓൾറെഡി ചെയ്തിട്ടുള്ളൊരു വിഭവമാണ്. എങ്കിൽ പോലും നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തത് എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ എന്തായാലും തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ ഓവൻ ഉള്ളവർക്കും ഓവൻ ഇല്ലാത്തവർക്കും നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കിയതിന് ശേഷം ട്രൈ ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒട്ടും താമസിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ബിസ്ക്കറ്റ് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് തരാം. അപ്പോൾ നമുക്ക് മുട്ട ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ ഞാൻ രണ്ട് വിധത്തിൽ കാണിച്ചു തരാം. അതായത് ഓവനിലും ചെയ്ത് കാണിച്ചു തരാം, അതുപോലെ തന്നെ ഇതേപോലെ ഒരു പാത്രത്തിൽ ഒരു കടായിൽ വെച്ചിട്ടും ചെയ്ത് കാണിച്ചു തരാം. ഞാൻ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒരു അടികട്ടിയുള്ള പാത്രം എടുക്കുക. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അടികട്ടിയുള്ള പാത്രം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലിയുടെ പാത്രമായാലും മതി. ആ പാത്രത്തിൽ ഒരു തട്ട് വെക്കുക. അപ്പോൾ ഞാനിവിടെ വെറുതെ ഒരു പ്ലേറ്റാണ് വെച്ചിരിക്കുന്നത്. ഈ പ്ലേറ്റിൻ്റെ മുകളിലാണ് നമ്മൾ ഏത് പാത്രത്തിലാണോ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ആ പാത്രം വെക്കാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് താഴെ മുട്ടാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ഒരു ഹൈറ്റുള്ള പാത്രത്തിൻ്റെ മുകളിലാണ് ആ പാത്രം വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യുക. പ്രീഹീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ പാത്രം ഒന്ന് ചൂടാക്കാൻ വെക്കുക. അപ്പോൾ ഒരു മീഡിയം ടെമ്പറേച്ചറിനേക്കാളും കുറവ് ടെമ്പറേച്ചറിലാണ് നമുക്ക് പാത്രം ചൂടാക്കാൻ വെക്കേണ്ടത്. നമ്മൾ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ മീഡിയം ടെമ്പറേച്ചറിലാണ് നമ്മൾ വെക്കുക. പക്ഷേ നമ്മുടെ കുക്കീസൊക്കെ, അതായത് ഇതിപ്പോൾ പ്രത്യേകിച്ചും ചെറിയ ബിസ്ക്കറ്റാണ്, അതുകൊണ്ട് ടെമ്പറേച്ചർ അധികം പാടില്ല. അപ്പോൾ ഞാനിവിടെ മീഡിയത്തിനേക്കാളും കുറച്ചും കൂടെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം ഈ കടായി ചൂടാവാൻ അനുവദിക്കുക. അതേസമയം നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 120 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യുക 10 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഓവനും പ്രീഹീറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാത്രം, ഈ കടായി നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ അതങ്ങ് ചൂടായിക്കോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ബാറ്റർ റെഡിയാക്കാൻ തുടങ്ങാം. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമുള്ള മൈദ എടുക്കണം. മൈദ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ആട്ട വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ആട്ടയും മൈദയും ഈക്വൽ എമൗണ്ടിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മൈദ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ മൈദ അളന്ന് വെച്ചിട്ടുണ്ട്. നമുക്കതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ, വളരെ കുറച്ച് മാത്രം ബേക്കിംഗ് പൗഡർ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക. അരിച്ചാലും നന്നായിട്ടുണ്ടാവും, അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുക്കീസൊക്കെ ഉണ്ടാക്കുമ്പോൾ, ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അരിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്തായാലും അരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സി എടുക്കുക. മിക്സി നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഞാൻ മിക്സിയിലാണ് അടിക്കാറുള്ളത്. കാരണം പെട്ടെന്ന് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ആ മിക്സിയിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 2 മീഡിയം സൈസ് മുട്ട ഇട്ട് കൊടുക്കാം. തണുത്ത മുട്ട ഇടാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പോൾ ഫ്രിഡ്ജിലുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് ഒരു 10-20 സെക്കൻഡ് ഇട്ട് വെച്ചാലും മതി. പെട്ടെന്ന് തന്നെ അതിൻ്റെ തണുപ്പ് മാറിക്കോളും. അപ്പോൾ മുട്ട ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവെന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് കേട്ടോ. എനിക്കൊക്കെ ഒരു മീഡിയം മധുരമാണ് ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടാൻ പോകുന്നത്. അതേസമയം നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 5 ടേബിൾ സ്പൂൺ വരെ ആകാം. അപ്പോൾ നമ്മളിട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് മധുരം പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക. അത് പൊടിച്ച പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നത്, 4 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നില്ലെങ്കിൽ ഓയിൽ, അതില്ലെങ്കിൽ ബട്ടർ, അതുമല്ലെങ്കിൽ നെയ്യ്. ഞാനിപ്പോൾ ഇവിടെ ഉരുക്കിയ ബട്ടറാണ് ചേർക്കാൻ പോകുന്നത്, 2 ടേബിൾ സ്പൂൺ. അതേപോലെ തന്നെ തണുപ്പുള്ള ബട്ടറും ചേർക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ഉരുക്കിയിട്ടുള്ള ബട്ടർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അല്പം ഉപ്പാണ്. ആ മധുരത്തിന് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം, കുറച്ച് മാത്രം മതി, കൂടുതലിടാൻ പാടില്ല.
ഓക്കെ, ഇനി ചേർത്ത് കൊടുക്കേണ്ടത് എസെൻസ് ആണ്. നിങ്ങൾക്കിപ്പോൾ ഇതിലോട്ട് ഒന്നില്ലെങ്കിൽ വാനില എസെൻസ് ചേർക്കാം, അതുമല്ലെങ്കിൽ പൈനാപ്പിൾ എസെൻസ് ചേർക്കാം. ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് പൈനാപ്പിളിൻ്റെ എസെൻസ് ചേർക്കാനാണ്. കാരണം എന്താണെന്നറിയാമോ, പൈനാപ്പിളിൻ്റെ എസെൻസ് ചേർത്ത് കഴിഞ്ഞാൽ മുട്ടയുടെ ആ ഒരു വാസന എനിക്ക് തോന്നാറില്ല. അതേസമയം വാനില എസെൻസ് ആണെങ്കിൽ കുക്കീസൊക്കെ ആയി റെഡി ആയിട്ട് വന്നതിന് ശേഷം നമ്മൾ കഴിക്കുമ്പോൾ ആ മുട്ടയുടെ ഒരു മണം വാസന മുന്നോട്ട് നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അത് എൻ്റെ ഒരു ഒപ്പീനിയനാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ എപ്പോഴും പൈനാപ്പിൾ എസെൻസ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വാനില എസെൻസ് 1 ടീസ്പൂൺ. ഇത്രയായല്ലോ. ഇനി എന്ത് ചെയ്യണം, നമ്മളിത് നന്നായിട്ട് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് മിക്സി ഇല്ലാന്നുണ്ടെങ്കിൽ, അതായത് മിക്സി വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പാത്രത്തിൽ ഇതെല്ലാം കൂടി മിക്സ് ഇട്ടതിന് ശേഷം ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വിസ്ക് വെച്ചിട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താലും മതിയാകും. മിക്സി ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് മിക്സർ ഇല്ലേ, ശരിക്കും നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ഹാൻഡ് മിക്സർ ആണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ അതും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ച് ഞാൻ കൊണ്ടുവരാം. ഓക്കെ, ഞാൻ മിക്സിയിൽ അടിച്ച മുട്ടയുടെ കൂട്ടാണിത്. ഇതിലോട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന 7 ടേബിൾ സ്പൂൺ മൈദയും ബേക്കിംഗ് പൗഡറും ചേർന്നുള്ള മിശ്രിതം കുറച്ച് അങ്ങായിട്ട് ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് പോരാൻ തോന്നുകയാണെങ്കിൽ ഇനി പഞ്ചസാര പൊടിച്ച് ചേർക്കണം. മൊത്തത്തിലുള്ള പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അരിയില്ല. അപ്പോൾ ഇതേപോലെ കുറച്ച് അങ്ങ് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ മുട്ട ബിസ്ക്കറ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു നല്ല യെല്ലോ കളർ ഉണ്ടാവില്ലേ, ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കളറിൻ്റെ പൗഡറും അല്ലെങ്കിൽ ലിക്വിഡും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു നുള്ള് മഞ്ഞ കളർ ചേർക്കുകയാണ്, ലെമൺ യെല്ലോ കളർ. ഓക്കെ, അതൊന്ന് ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ മൊത്തത്തിൽ ഞാൻ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണ്, നിങ്ങൾക്ക് സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ബേക്കിംഗ് ഷീറ്റ് ഉണ്ടെങ്കിൽ, ബേക്കിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്യാം. അതല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഞാൻ കേക്ക് പറയണ പോലെ തന്നെ അതിലോട്ട് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ തടവി കൊടുക്കുക. എന്നിട്ട് കുറച്ച് മൈദപ്പൊടിയോ ആട്ടപ്പൊടിയോ ഇട്ടിട്ട് എക്സസ് ആയിട്ടുള്ള പൊടി അങ്ങ് തട്ടിക്കളഞ്ഞാൽ മതി. അതിലും നമുക്ക് കുക്കീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഒട്ടും തന്നെ കട്ടകൾ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഓക്കെ, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ, കൂടുതൽ ലൂസ് ആവാനും പാടില്ല, കൂടുതൽ ടൈറ്റ് ആവാനും പാടില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ടല്ലോ. നമുക്കിനി എന്താ ചെയ്യേണ്ടത്, ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് ഇതേപോലെ ഡിസ്പോസിബിൾ പൈപ്പിംഗ് ബാഗ് വാങ്ങിക്കാൻ കിട്ടും. ഇതേപോലെ ഡിസ്പോസിബിൾ വാങ്ങിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, സാധാരണ നമ്മുടെ സിബ്ലോ കവറില്ലേ, അല്ലെങ്കിൽ ഏത് കവറാണെങ്കിലും ആ കവറിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലെ സിബ്ലോ കവറാണെന്നുണ്ടെങ്കിൽ മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് സ്ക്യൂസ് ചെയ്തെടുക്കാം. അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതുപോലത്തെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പൈപ്പിംഗ് ബാഗ് ഉള്ള കാരണം ഞാൻ ഇതിലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യണം, ഒരു ഗ്ലാസ് എടുക്കുക, ഒരു വലിയ ഗ്ലാസ് എടുക്കുക, അതിലോട്ട് ഈ പൈപ്പിംഗ് ബാഗ് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പമായിരിക്കും. ഇതുപോലെ ഗ്ലാസ്സിൽ ഇതങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ താഴെയൊന്നും പോവാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒഴിക്കാൻ പറ്റും. നമ്മുടെ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇവിടെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക, ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു കത്രിക ഉപയോഗിച്ചിട്ട് അറ്റത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്, ഓവനിൽ വെക്കാനുള്ള ട്രേ ആണിത്. ട്രേ എടുത്തിട്ടുണ്ട്, അതിന് മുകളിലൊരു പേപ്പർ, ബേക്കിംഗ് പേപ്പർ അല്ലെങ്കിൽ പാർച്ച്മെൻറ്റ് പേപ്പർ എന്ന് പറഞ്ഞ പേപ്പർ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് താഴെ ഇച്ചിരി ബട്ടർ പുരട്ടിയിട്ടുണ്ട്, അത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ബട്ടർ പുരട്ടുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്ക് നമ്മുടെ മാവ് കുറച്ചായിട്ട് അങ്ങ് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് ഒന്നും നോക്കണ്ട കേട്ടോ, കാരണം നമ്മളിത് ബേക്ക് ചെയ്ത് വരുമ്പോൾ ശരിയായിക്കോളും. പിന്നെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, പല ഷേപ്പിലൊക്കെയാണ്, കിളികളുടെ ഷേപ്പിലൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പല ഷേപ്പിലുള്ള ബിസ്ക്കറ്റ്, മുട്ട ബിസ്ക്കറ്റ്. അപ്പം ഇതുപോലെ ചെറിയ വട്ടത്തിൽ അങ്ങ് സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിലേക്കുള്ളത് മൊത്തത്തിൽ നമ്മൾ സ്ക്വീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് താഴെ തട്ടി കൊടുക്കണം. എന്തിനാണെന്നറിയാമോ, എക്സസ് ആയിട്ടുള്ള എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാൻ പറയുന്നത്. ഇനി ഇത് 120 ഡിഗ്രി സെൽഷ്യസിൽ 20 മുതൽ 25 മിനിറ്റ് വരെയുള്ള ടൈമിൽ നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ 180 ഡിഗ്രിയിലൊന്നും നിങ്ങൾ വെക്കരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും, പക്ഷേ ഉള്ളിലങ്ങ് കുക്കായിട്ടുണ്ടാവില്ല. ചെറിയ ടെമ്പറേച്ചറിൽ വേണം നമ്മൾ എപ്പോഴും ഇതുപോലുള്ള കുക്കീസ് ബേക്ക് ചെയ്യാൻ. അപ്പോൾ 120 ഡിഗ്രി സെൽഷ്യസിൽ 20 മുതൽ 25 മിനിറ്റ് വരെ, അത് ഓരോ ഓവൻ അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നോക്കാം, കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 5 മിനിറ്റും കൂടെ ബേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓവനിൽ വെക്കാൻ പോവുകയാണേ. ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാനുള്ള
പാത്രത്തിലോട്ട് അങ്ങ് ഇതേപോലെ തന്നെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സാധാരണ കേക്കിൻ്റെ ടിന്നെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. സ്റ്റീലിൻ്റെ പാത്രമാണെങ്കിലും അലുമിനിയത്തിൻ്റെ പാത്രമാണെങ്കിലും ഉപയോഗിക്കാം. ഈവൻ നമ്മുടെ ഇടിയപ്പം സ്റ്റീം ചെയ്യാൻ വയ്ക്കാനുള്ള പാത്രമില്ലേ, അത് തട്ട് നിറയെ ഹോളുകളുള്ള അതിൻ്റെ മുകളിൽ പാർച്ച്മെൻറ്റ് പേപ്പർ അങ്ങ് വെച്ചതിന് ശേഷം അതിലും ഇതേപോലെ തന്നെ അങ്ങ് സ്ക്യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ഡ്രോപ്സ് ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ പാത്രത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. ഇത് ബേക്ക് ചെയ്തതിന് ശേഷം അടുത്ത സെറ്റായിട്ട് നമുക്ക് അതും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. അതിലോട്ട് നമ്മുടെ വെച്ച് കൊടുക്കുക. നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ 120 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ മീഡിയത്തിനേക്കാളും കുറച്ചും കൂടെ കുറവുള്ള ചൂടിൽ നമുക്ക് 25 മിനിറ്റോളം ഇതേപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാം. എപ്പോഴും തുറന്ന് നോക്കാൻ പാടില്ല. തുറന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ ശരിയാവില്ല. അതുകൊണ്ട് 20 മിനിറ്റെങ്കിലും മിനിമം നമ്മൾ അടച്ച് വെച്ചിട്ട് ബേക്ക് ചെയ്യുക. അതിനുശേഷം 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. കുക്കി റെഡി ആയിട്ടുണ്ടെങ്കിൽ എടുക്കാം, അതില്ലെങ്കിൽ കുറച്ചും കൂടി സമയം എക്സ്ട്രാ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റവ് അനുസരിച്ചും ഇതിൻ്റെ ചൂട് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ടൈം ഞാൻ പറയാത്തത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലായിക്കോളും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾ സ്റ്റവിൽ എത്ര സമയം വേണ്ടി വരുന്നു മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓവനിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നോക്കുന്ന സമയത്ത് കുറച്ചൊന്നൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടുക, നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്കിവിടെ എടുത്ത സമയം 25 മിനിറ്റ് ആണ് കേട്ടോ. 120 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റാണ് ഓവനിൽ റെഡി ആയിട്ടുണ്ടായിരുന്നത്. ആ സമയം ഞാൻ നമ്മുടെ പാത്രം കടായിൽ നോക്കിയപ്പോൾ ഇതുവരെ ആയിട്ടില്ല. കുറച്ചും കൂടി സമയം എടുക്കുന്ന എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ അടുപ്പനുസരിച്ചും സമയത്തിൽ മാറ്റം വരും. അപ്പോൾ നമുക്കിത് ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് വിടിയിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വിടിയിച്ചിരിക്കാം. കണ്ടോ, ഇത് കണ്ട് ഇതിൻ്റെ സൗണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാവണം കേട്ടോ. അപ്പോൾ മധുരം ഞങ്ങൾക്ക് മീഡിയം മധുരമാണ്. ചിലർക്ക് മധുരം കൂടുതൽ വേണ്ടവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 5 ടേബിൾ സ്പൂൺ വേണം. ഞാൻ 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആദ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് വിടിയിച്ചെടുക്കുക. ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സെയിം പേപ്പറിൽ തന്നെ ഇട്ടാൽ മതി. അതിന് വേണ്ടി പിന്നെ വേറെ പേപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല. പണ്ട് ഞാൻ അടിയായിരുന്നു എൻ്റെ ഫ്രണ്ട്സായിട്ട്. എനിക്ക് താറാവിന് വേണം, എനിക്ക് കിളീനെ വേണം, എനിക്ക് അതിനെ വേണം, ഇതിന് വേണം എന്ന് പറഞ്ഞിട്ട്. കാരണം അവരൊക്കെ പണ്ടൊക്കെ നമ്മൾ ഇതേപോലെ എത്രയും സൂക്ഷിച്ചൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ പല ഷേപ്പിൽ വരും പരന്ന് പോകുമ്പോൾ. അപ്പോൾ ഇതൊക്കെ മധുരിക്കുന്ന ഓർമ്മകളാണ്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേരെന്താണെന്ന് എന്നോട് പറഞ്ഞോളൂ കേട്ടോ. നമ്മൾ മുട്ട ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബീൻ ബിസ്ക്കറ്റ് എന്നൊക്കെ പറയാം. ഇത് ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലിട്ട് ചൂടാറിയതിന് ശേഷം വെക്കുകയാണെങ്കിൽ കുറേ നാളുകൾ ഇരിക്കും. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് ഒറ്റ ഇരിപ്പിന് തന്നെ ഇത് കഴിച്ച് തീർക്കും. ജാനിന് വളരെ കുറച്ച് കാര്യങ്ങളെ ഇന്ന് ഇഷ്ടപ്പെട്ട് കഴിക്കാറില്ല. അതിലൊന്നാണ് ഈ മുട്ട ബിസ്ക്കറ്റ്. അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് ഒറ്റ ഇരിപ്പിന് തന്നെ കഴിച്ച് തീർത്തു. അപ്പോൾ ആദ്യത്തെ ബാച്ച് നമുക്ക് ഒരു കുപ്പിയിലോട്ട് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇതിൽ തന്നെ വീണ്ടും മറ്റേത് നമുക്ക് സ്ക്യൂസ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബാച്ചും ഓവനിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ 120 ഡിഗ്രിയിൽ 25 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടുപ്പത്ത് വെച്ചതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് കൂടുതൽ എന്താ പറയുക, ഒട്ടും ആയിട്ടില്ലെങ്കിൽ ഇതുപോലെ സൗണ്ട് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ പാത്രത്തിൽ വെച്ചിട്ട് ചെയ്യാം. പാത്രത്തിൽ വെച്ച് ചെയ്യുമ്പോൾ കുറേ സമയം 2-3-4 ബാച്ചായിട്ട് എടുക്കേണ്ടി വരും. ഓവനിലാണെങ്കിൽ 2 ബാച്ച് കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുക. മൊത്തത്തിൽ ഞാൻ ബേക്ക് ചെയ്തതിന് ശേഷം എത്ര കിട്ടി, ഈ അളവിൽ നിന്ന് എത്ര കിട്ടിയത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കുഞ്ഞു ഡോട്ട്സ് ആയിട്ട് ഇട്ടുണ്ടെങ്കിൽ കുറേ ഉണ്ടാവും. അതേസമയം വലിയതായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ 2 തരത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം അത് ചെയ്ത് നോക്കുക. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഒരെണ്ണം ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ. അതേ ടേസ്റ്റ് കേട്ടോ, ഒരു മാറ്റമില്ല. അടിപൊളിയാണെന്ന് വെച്ചാൽ അടിപൊളി, എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുന്ന സമയത്ത് ഈ ബിസ്ക്കറ്റിനെ കുറിച്ചുള്ള നിങ്ങൾ ഓർമ്മകളും കൂടെ പങ്കുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വായിക്കാൻ നല്ല റിസൾട്ടായിരിക്കും. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു അത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ഓഫീസിൽ വന്ന ചോറുണ്ട്. ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ ജാൻ ജോഷി? ഭക്ഷണം മീൻപീര ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കുറെ നാളായി തുടങ്ങിയിട്ട്. അപ്പം എന്റെ ഭർത്താവിന് ചെറിയ മീൻ വെച്ചിട്ട് മീൻപീര ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഷ്ടമില്ല. പിന്നെ ചെറിയ മീൻ പൊതുവെ ചാള കഴിക്കില്ല. കൊഴുവ നല്ലോണം മുറിച്ച് വറുത്താൽ മുള്ളു കറിക്കാത്ത പല്ലിനിടയിലും മുള്ളു കറിക്കുക. അത് കാരണം എനിക്ക് അങ്ങനെ മീൻപീര ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് എന്ത് ഞാൻ ചെയ്തു, ആവോലി വാങ്ങിച്ചിട്ട് അത് മീൻപീരക്കി കൊടുത്തു. അത് ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല, കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബിസ്ക്കറ്റും കഴിച്ചോണ്ടിരിപ്പുണ്ട് ഇവിടെ.
ഫ്ലാറ്റ് നോക്കാൻ പോണ്ട. അവിടെ പോയിട്ട് റെസിപ്റ്റ് വാങ്ങിച്ചിട്ട് വരണം. നന്ദനെ നടക്കാൻ കൊണ്ടുപോകണം. എന്റെ ഭാര്യ എന്തെങ്കിലും സാധനം ചോദിച്ചാൽ ഞാൻ തന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മെക്കട്ട് ആദ്യം തന്നെ ഞാൻ തന്നിരുന്നു. ഒരു ഓടുന്ന പട്ടിക ഒരു മുഴം നീട്ടി എപ്പ തന്നു അങ്ങനെയുള്ള. അതെ, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മര്യാദക്ക് മിക്കവാറും ഇവിടെ വീട്ടില് സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊറേ ഇട്ട് ചാട്ടിക്കും. ചാടിച്ചിട്ട് അവസാനം നോക്കുമ്പോ അവൻ എന്റെ ബാഗിൽ തന്നെ ഉണ്ടാവും ഈ സാധനം. റെസിപ്റ്റ് ആണ് പറയണത് ചോദിക്കുന്നത്. അപ്പൊ ചിലപ്പോ ആ മനുഷ്യന് എല്ലാ അബദ്ധം പറ്റി എന്റെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മോസ്റ്റ്ലി ആ ബാഗിന്റെ സൈഡിൽ ഉണ്ടായിട്ടുണ്ടാവും സാധനം. ഇപ്പൊ നന്ദുവിന് ഫാർമസിയിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് ഇപ്പൊ നോക്കിയപ്പോ മറ്റേ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ നോക്കിയപ്പോ അതിന്റെ റെസിപ്റ്റ് കാണുന്നില്ല. ഇനിയിപ്പോ വീണ്ടും പോയി ചോദിച്ച് കാല് പിടിച്ച് നോക്കണം. കോപ്പി മതി, സ്കാൻഡ് കോപ്പി മതി, ഒറിജിനൽ ബിറ്റൊന്നും കാണുന്നില്ല.